അച്ഛന്മാരും അപ്പൂപ്പന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ശീലശിഷ്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് പതുകട്ട എന്ന് പറഞ്ഞാൽ അങ്ങ് ആ സൈഡ്. പക്ഷെ അവിടെ നിന്ന് ഹനുമാനപ്പൻ കല്ലറുത്ത് ഭഗവാന് കൽമണ്ഡപം കെട്ടാൻ വേണ്ടി കല്ലുറത്ത് പതുകട്ടയെന്ന് കല്ലും കൊണ്ട് വരുമ്പോൾ ഇവിടെ കൊണ്ട് കന്നിത്തൂണ് നിർത്തുമ്പോൾ തന്നെ തമ്പുരാൻ കാലാട്ട് തമ്പുരാൻ കോഴിയായിട്ട് വന്ന് ചിറകടിച്ച് കൂവിയപ്പോൾ ഹനുമാനപ്പൻ കല്ല് നേരം വെളുത്തെന്ന് പറഞ്ഞ് 12 മണി സമയത്താണ് കോഴി ചിറകടിച്ച് കൂവിയത്. അപ്പോഴും ഹനുമാനപ്പൻ നേരം വെളുത്തെന്ന് പറഞ്ഞു. അപ്പം ഈ വഴിക്ക് ചാടി ഇതിലേ വന്നു ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന അവിടെ കൂടെ ചാടി അങ്ങ് താഴെ ഒരു പാറയുണ്ട്, അവിടെ പോയി ചാടി. അവിടെ അപ്പൻ്റെ കാൽപ്പാദമുണ്ട്. അവിടെ നിന്ന് അവിടെ കൂടെ പോയി കോഴിക്കണ്ടം വരെ എന്ന് പറയും, കാരിക്കുഴിക്ക് മുകളിൽ അവിടെ പോയി അവിടെയും അപ്പൻ്റെ കാൽപ്പാതയുണ്ട്. അവിടെ നിന്ന് അപ്പം പിന്നെ എങ്ങോട്ട് ഐസാർ മുനിയുടെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഐസാർ മുനിയുടെ ഇതാണ്. അതിപ്പോൾ എല്ലാ ജനങ്ങളും ആദിവാസികൾക്കും നേരം താമസിച്ചുകൊണ്ട് ക്ഷേത്രം വയ്ക്കാൻ പറ്റൂല. അല്ലേ ക്ഷേത്രം വെക്കാൻ പണി എടുക്കാൻ പറ്റിയില്ല. കല്ല് കൊണ്ടുവന്നപ്പോഴേ സമയം ആയി. തമ്പുരാൻ കാലാട്ടമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലമല ക്ഷേത്രം. വല്ലമല എന്ന് പറഞ്ഞിട്ട് കാലാട്ടമ്പുരാൻ അവിടെ എല്ലാ വർഷവും കൊടുതി കൊടുക്കുകയും കാണിക്കാറ് പോയി കൊടുതി കൊടുക്കുകയും പൊങ്കാലിടയും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവിടെ അപ്പൻ്റെ അവിടെ തന്നെ പണ്ടത്തെ ആചാരം കൊണ്ട് വിളക്കുകളും എല്ലാം പണ്ടത്തെ അപ്പൻ്റെ എല്ലാ ആയുധങ്ങളും അവിടെ ഉണ്ട്. ഈ മല്ലമല എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലുണ്ട്. അപ്പിലേക്ക് സ്ത്രീകൾക്ക് കുഞ്ഞ് 10 വയസ്സ് തൊട്ട് 45 വയസ്സുള്ളവർ വരെ പോകില്ല. 50 വയസ്സ് 55 വയസ്സ് അങ്ങനെയുള്ളവർ പോകും. പക്ഷെ സ്ത്രീകൾ അങ്ങേറ്റം ഈ വല്ലമല ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ കൂടുതലായിട്ടൊന്നും പോകും. അവർ വന്ന് കുടികൾ അവർക്ക് വേണ്ടിയാണ് ക്ഷേത്രം വച്ചത്. കരുവാരപ്പൻ കൊണ്ട് ക്ഷേത്രം വച്ചത്. അതായത് ഇങ്ങനെ കൊടിയേറ്റൊന്ന് ചെയ്യുകയും അവർക്ക് വേണ്ടിയാണ് വച്ചത്.